ഇന്ന് ഡേ 3 ഒരു വെറൈറ്റി ഇൻട്രോ ആക്കാന്ന് വിചാരിച്ച്. ഗൈസ് ഇന്ന് ഞാൻ എപ്പോഴും നീച്ചറിയോ 4 മണിക്ക് നീച്ച്. പക്ഷേ ഇപ്പോൾ സമയം 4:50 4 മണിക്കാണ് നീച്ചിക്കണെന്ന്. എന്നിട്ട് പക്ഷെ ഉണർന്നങ്ങനെ ബെഡ്റൂമിൽ നീച്ചിട്ടില്ല. ബെഡ്റൂമിൽ 4 മുക്കാലായപ്പോഴാണ് നീച്ചത്. 4 മണിക്ക് വെച്ചിട്ട് വെറുതെ ഒരു ഓഡിയോ ബുക്ക് കേട്ട് ഇക്കിക്കായി ഫുള്ളായിട്ടില്ല. അപ്പോൾ ഇതിന് 4 മുക്കാലായി. പിന്നെ 4 മുക്കാലായപ്പോൾ പിന്നെ ബെഡ്റൂമിൽ നീച്ചു. യെസ്, നമ്മൾ ഫസ്റ്റിലെ 6 മണിക്ക്, പിന്നെ 5:15, ഇന്ന് 4 മണിക്ക്. 4 മണിക്ക് നീച്ചത് കുറച്ച് കൂടിപ്പോയെന്ന് അറിയില്ല. കാരണം ഉറക്കം റെഡി ആക്കണം എങ്ങനെയൊന്നും അറിയില്ല. ഉച്ചയാകുമ്പോഴൊക്കെ അറിയില്ലേ. ഉച്ചയാകുമ്പോൾ ഇപ്പം എങ്ങനെയാണ് ചാവും. അപ്പോൾ ഇതിന് ഷട്ട് ഡൗൺ ആവും. ഇനി പല്ല് തേച്ചിട്ട് പത്തരടാൻ പോട്ടെ. അങ്ങനെ നമ്മൾ പത്തരടാൻ ഇറങ്ങി. പക്ഷെ ഇന്നെന്താ അറിയില്ല കേട്ടോ, സാധാരണ അല്ലേ എണീക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീക്കുന്നുണ്ട്. ഇന്ന് എണീക്കണം എന്ന് വിചാരിച്ചിട്ട് എണീച്ചത്. എന്താണെന്നറിയില്ല. ഇന്ന് മാത്രം ഉണ്ടാവും, അതോ നാളെ മറ്റന്നാളൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്നും അറിയില്ല. പക്ഷെ എന്താ ഇന്നൊരു എനർജി ഉണ്ട്. 4 മണിക്ക് എണീച്ചതാണെങ്കിലും 4 മണിക്ക് എണീക്കുമ്പോൾ നോക്കുമ്പോൾ സ്ലീപ്പ് പറഞ്ഞ് 7 to 8 hours ആയിട്ടില്ല. എന്നാലും എന്തോ ഒരു എനർജി ഉണ്ട്. യെസ്, പത്രട്ടെ. പത്രമൊക്കെ ഇട്ടതിന് ശേഷം പെരിക്കെത്തിൻ്റെ ശേഷം നമ്മളൊരു സാധനം ഉണ്ടാക്കി. സാധനം എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ദാറ്റ് സാധനം. സംഭവം എന്താണെന്ന് വെച്ചാൽ പഴം എന്താ പറയുക, തേങ്ങയിലിട്ടാണ്ട് വാട്ടി, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമല്ല. സാധാരണ നമ്മൾ നേന്ത്രപ്പഴം എന്നിട്ടാണ് ജിമ്മ പോലെ. പഴത്തിന് ഇപ്പോൾ വില കുറവാണ്. കിലോന് 30-35 ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചില്ല. ആഴ്ച ഒരേപോലെ തന്നെയല്ല. അപ്പോൾ ഒന്ന് പഴം വാട്ടാന്ന് വിചാരിച്ച്. വലിയ വെറൈറ്റി ഒന്നല്ല. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ക്ലാസ്സും കൂടി കേൾക്കാൻ എന്നാൽ അതാണ് ഫുള്ളാവും. പിന്നെ എന്തായാലും ഇത് തിന്നാൽ ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ ജിമ്മ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലാസ് വയ്ക്കലുമായി, തിന്നലുമായി, ദഹിക്കലുമായി ഒക്കെ ആയി. യെസ്, അപ്പോൾ ക്ലാസ് കേട്ടാം പ്ലീസ്. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞു. 7:15 നമുക്ക് ജിമ്മിലോട്ട് തിരക്കാം. യെസ്, ഇത് ജിം ആകെ അതിൽ നേക്കാണ്ട് എന്തൊരു ജിമ്മിൽ പോകാന്നുള്ള. ബാക്കിയൊക്കെ ഭയങ്കര ബോറിങ്ങാണ്, പഠിക്കാന്നുള്ളത് പ്രത്യേകിച്ച്. പക്ഷെ ജിമ്മിൽ പോകാന്നുള്ളത് അത് വേറെ സംഭവമാണ്. പക്ഷേ വേറൊരു എന്താ പറയുക, ഒരു ഹരമാണ്. ജിമ്മിൽ തിരിക്കണം. ജിമ്മിലാണ് വർക്കൗട്ട് കഴിഞ്ഞിട്ടിരിക്കണം. എന്ത് പ്രശ്നം? എന്താ സംഭവം? എന്താ പ്രശ്നം? എന്താ രാവിലെ തന്നെ ഒച്ചപ്പാണ്ടാക്കണം ഇവിടെ? എന്താ ഒന്നും ഇല്ലാത്തപ്പോ? എന്താ ഒന്നും ഇല്ലാത്തപ്പോ? അപ്പൊ അങ്ങനെ ഇതന്നെയാണ് പ്രശ്നം. എന്താ ഇപ്പത്തെ കുട്ടികൾ ഫോണിന് വേണ്ടിട്ടൊക്കെ തല്ലുണ്ടാക്കാം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. കുളിച്ച് കഴിഞ്ഞു, ഇനി കാണണ്ടോ? കുളിച്ച് കഴിഞ്ഞു, ജിമ്മ് കഴിഞ്ഞു, കുളിച്ച് കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ പോട്ടെ. യെസ്, സംഭവം ഞാൻ എന്തോ വിചാരിച്ചതിനു, എന്തോ ഇവിടെ വെച്ചിട്ട് എന്തോ പറയാൻ വന്നതിനു മറന്നുപോയി. ഫുഡ് കഴിക്കട്ടെ. ആക്കിയേ സാധനം ആക്കണ്ടേ? എനിക്കറിയാം എൻ്റെ തൊട്ടാ മുടി. എന്താണ്? പറയൂ മുസ്ഫർ, എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് സംഭവിക്കുന്നത്? സംഭവം എന്താ അറിയോ, ഇപ്പോൾ 2ാം പടി അടി. അതിനാച്ചാൽ എന്നത് അവിടെ ഇരിക്കണം, കാണിച്ചില്ല. ഫുള്ള് അടി ഭയങ്കര അടി. എല്ലാ പെരയിലും ഉണ്ടാവണം. രാവിലെ തന്നെ പിന്നെ കുറേ നേരം ഫുഡ് കഴിക്കാൻ പോട്ടെ വരണം. ഇനി ശരിക്കും പോട്ടെ. ഇന്ന് വെള്ളപ്പം, ചട്നിയും സാമ്പാറും മോനെ പൊളിക്കും. നമുക്ക്
അവിടേക്ക് പോകാം, ക്ലാസ്സിന് പോകാം. ഇന്ന് നേരത്തെയാണ് പോകേണ്ടത്, ബിക്കോസ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമ ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം, എന്നാലേ നടക്കുള്ളൂ. സാധാരണ നേരത്തെ പോലെ, പക്ഷേ ഇന്നെന്താ നേരത്തെ പോകുന്ന വിചാരിച്ചു. ഇൻറ്റേൺഷിപ്പാണ്, കുറച്ച് നേരോടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ബൈ. ബാഗ് കെട്ടി ഇറങ്ങാൻ നിൽക്കാനെ, അപ്പോഴാണ് ക്ലാസ് ചെയ്യുന്നത്. ഇന്ന് ദുഃഖ വെള്ളിയാണ്, അതുകൊണ്ടെല്ലാം അവിടെ കറണ്ട് ഇല്ലല്ലോ, അപ്പോൾ ക്ലാസ്സില്ല. പക്ഷേ ഞാനിപ്പോൾ തന്നെ പോയിക്കണേ, ഞാൻ മുഞ്ചി പോയിന്, ബസ്സും കായി പോയിനു. യെസ്, അപ്പോൾ ഒന്നും പോകണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ടൈം ഏറണ്ടല്ലോ, പഠിക്കാം. അല്ലാതെ എന്താ ഇതിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എന്തോ എൻ്റെ സ്യൂട്ടി ഫോക്കസ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് ഇതിൽ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ബാക്കി പലതും, ജിമ്മ്, ഇതൊക്കെ. ഫസ്റ്റ് തിങ് പറഞ്ഞത് അത് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള, സ്യൂട്ടി എങ്ങനെയും ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് കിട്ടിയില്ലെങ്കിൽ എന്താ ആട്ടെ വെച്ചാൽ അറിയില്ല, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. KKPP കിട്ടി പോയാൽ പോയി. ട്രൈ ചെയ്യാതെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് റിഗ്രറ്റ് അടിക്കാനായിട്ട് നല്ലതല്ലേ. ട്രൈ ചെയ്തു പക്ഷെ കിട്ടിയില്ല, കുഴപ്പമില്ല, അങ്ങനെ ആവേണ്ടത് അല്ലേ. ഓക്കെ യെസ്. നമ്മളൊരു ചലഞ്ചാണ് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, ഒക്കെ ഇങ്ങോട്ട് വരികയാണ്. ഇമ്പിളി അതുണ്ടാ? വാട്ട് ഈസ് ദീസ്? പക്ഷെ നമ്മൾ തിന്നൂല, നമ്മൾ തിന്നു വെച്ചാൽ അങ്ങനെ പറ്റ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പം നമുക്ക് ആവശ്യമില്ല, അവിടെ നമ്മൾ തിന്നില്ല. സാധാരണയുള്ള ഞാനാണെങ്കിൽ എപ്പോഴോ തിന്നെന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഇത് നമ്മൾ തിന്നില്ല. ഓ ഇതെന്താ, എന്താണത്? ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടേനാ? എന്താടാ ഇതാ പറയേണ്ടത്? ഇതുവരെ ഇവിടെ ഒരു തേങ്ങാ പുണ്ണാക്ക് പോലും ഇല്ലായിരുന്നു. നമ്മളൊരു ചലഞ്ച് 30 ദിവസം തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് കയറി വരുന്നത് അല്ലേ. അങ്ങനെ ഉച്ചയായി വെച്ചാൽ ഫ്രൈഡേ ആണെന്ന്. അപ്പോൾ വെള്ളിയാഴ്ച ആണല്ലോ, അപ്പോൾ ജുമ ഉണ്ട്. ജുമക്ക് പോട്ടെ, ബാങ്ക് കൊടുത്ത് നമ്മൾ എന്താ ബുക്ക് പോട്ടെ കൊണ്ടുവച്ചില്ല. ഹിസ്റ്ററി കുറച്ച് നേരം നോക്കി. യെസ്, പിന്നെ ഇൻസ്റ്റയിലുള്ള വീഡിയോസ് എടുത്തു. ഇതിപ്പോൾ മെയിനായിട്ട് നടക്കണം. പക്ഷേ എനിക്ക് എന്തായാലും ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ഇപ്പോൾ ഇതൊക്കെ പഠിച്ചിക്കണമെന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ല, എല്ലാഴ്ചയും ക്വസ്റ്റ്യൻസ് ചെയ്യലുണ്ട്, ഒക്കെ ഉണ്ട്. കിട്ടി പോയി അത്രേ ഉള്ളൂ. എനിക്കൊന്നാമത് പേടിയും തരുമോ, കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പഠിക്കണ്ട് പറയുന്നുണ്ട്. ഇങ്ങോട്ട് പരീക്ഷയ്ക്ക് മാർക്കില്ലെങ്കിലോ, ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? പക്ഷേ പഠിക്കുന്നുണ്ടല്ലോ ഹയർ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ചുമ്മാക്കോട്ടെ. യെസ് ബൈ. വൈകുന്നേരമായി, നമ്മൾ ചെറുതായിട്ട് റീൽ ഷൂട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ ഹിസ്റ്ററി കുറച്ച് നോക്കി. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം നോക്കാനുള്ളൂ, അപ്പോൾ തന്നെ ഫോക്കസ് പോവാണ്. അതാണ് വിഷയം, അതൊന്ന് സെറ്റാക്കി എടുക്കണം. യെസ്, ഹേ ബോയ് 10 ലെഫ്റ്റ് കാണുമ്പോൾ ചതി അവിടുന്ന് വീടടിച്ചത്. ഞങ്ങൾ രണ്ടാളും പാടി ഒരു വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാളും കാണണ്ടവരപ്പോൾ എന്താ ഇപ്പോൾ വെയിൽ സൂര്യൻ ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലാണ്. അതെ, ഇല്ല വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കുളിച്ച് എന്താണെന്ന് അറിയില്ല, കുറേ സംഭവം ഭയങ്കര ഇടങ്ങാറാണ് അങ്ങനത്തെ വീഡിയോ എടുക്കാനായി. നടക്കണില്ല. ക്യാമറമാനായ ആക്ടറായ നിനക്കും. അതെ, നിങ്ങളെ എഡിറ്ററാണോ? ഓക്കെ ബൈ. നമ്മുടെ ക്ലിനിക്കിലെത്തി. ബീസ് ഗൈസ്, നമ്മൾ ക്ലിനിക്ക് കഴിഞ്ഞു, പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, സ്കെച്ച് കഴിഞ്ഞു, അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമുക്ക് വീഡിയോ അതിൻ്റെ വേണം, എഡിറ്റ് ചെയ്യണം, ചാനൽ എഴുതണം, യൂക്കിലേലെ കുറച്ചൊന്ന് നോക്കണം, കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. യെസ്, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇപ്പോൾ ഡേ 3 ആണല്ലേ, 3 കംപ്ലീറ്റ് ചെയ്തു. യെസ്, ഓക്കെ, പീസ്. നാളെ കാണാം.